മന്ത്രിസഭാ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ചർച്ചകൾ സജീവമായിരുന്നു. പക്ഷേ തുടക്കം മുതൽ തന്നെ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറയുന്ന വാചകമുണ്ടായിരുന്നു. ഇപ്പോൾ കേൾക്കുന്നതെല്ലാം അഭ്യൂഹമാണ്. മന്ത്രിസഭയിൽ ചേരേണ്ടെന്ന മുൻ നിലപാടിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്ന് പറഞ്ഞായിരുന്നു ആദ്യം ഈ ചർച്ചയ്ക്കായി ഡൽഹിയിലെത്തിയപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമപ്രവർത്തകരെ ആദ്യം അഭിമുഖീകരിച്ച് പറഞ്ഞ വാചകം. ഇപ്പോൾ അദ്ദേഹം പോകുമ്പോഴും അതേ വാചകത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല, ആ വാചകത്തിന് കുറച്ചുകൂടി ശക്തി വർദ്ധിക്കുകയും ചെയ്തിരിക്കുകയാണ്. ശ്രീ രമേശ് ചെന്നിത്തല എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുമെന്നായിരുന്നു മുഖ്യമന്ത്രി പ്രതീക്ഷിച്ചിരുന്നത്? ശുഭകരമായ വാർത്ത കിട്ടും എന്ന് പറഞ്ഞാണ് കേരളത്തിൽ നിന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തിയത്. എന്താണ് ഇതിൽ സംഭവിച്ചത്? ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന അന്ന് മുതൽ ഗവൺമെൻറ് ചേരണ്ട എന്നുള്ള നിലപാടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലം ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിന് പൂർണ്ണമായ പിന്തുണയാണ് ഞാൻ നൽകിയിട്ടുള്ളത്. കേരള യാത്രയുടെ ഇടയിലാണ് ഞാൻ മന്ത്രിസഭയിൽ ചേരണമെന്നുള്ള ചില സുഹൃത്തുക്കൾ വന്ന് എന്നോട് അഭ്യർത്ഥിച്ചത്. അവരുടെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല. അന്ന് കുറേ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എനിക്ക് വേദന ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിനുശേഷം ഹൈക്കമാൻഡിന് മുമ്പിലേക്ക് ഈ പ്രശ്നം വന്നു. ഞാൻ ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ എന്നെ വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ കഴിയില്ല. അന്ന് മുതൽ തന്നെ ഈ ഗവൺമെൻറ്റിലേക്ക് ഞാൻ ചേരുന്നില്ല, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിലേക്ക് ഇനി ഞാൻ വരില്ല എന്നുള്ള നിലപാടായിരുന്നു എൻ്റേത്. പക്ഷേ ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിച്ചാൽ എനിക്ക് വരാതെ ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ്റെ ചുമതലയാണ്, ഞാൻ വന്നു. പക്ഷേ ഞാൻ തുടർച്ചയായി എൻ്റെ നിലപാട് ഈ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിലേക്ക് ഞാനില്ല എന്നുള്ളതായിരുന്നു. ആ നിലപാടിന് കോൺഗ്രസ് പ്രസിഡന്റ് അംഗീകാരം നൽകിയിരിക്കുന്നു എന്നുള്ളത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ സോണിയാഗാന്ധിയോടെ ഞാൻ നന്ദിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ലക്ഷ്യം അടുത്ത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. കൂടുതൽ സീറ്റ് കേരളത്തിൽ കോൺഗ്രസിനും UDF-നും നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കും ഞാൻ നേതൃത്വം കൊടുക്കുന്നത്. ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ താങ്കൾ മന്ത്രിസഭയിൽ ചേരുമെന്ന് താങ്കൾ പറഞ്ഞില്ല, താങ്കൾക്കൊപ്പമുള്ള ചില സുഹൃത്തുക്കളെങ്കിലും പറഞ്ഞിരുന്നു. അത്തരം എന്തെങ്കിലും ഒരു സമ്മർദ്ദമോ അല്ലെങ്കിൽ ആവശ്യമോ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു? ഹൈക്കമാൻഡ് പറഞ്ഞാൽ ഏത് കാര്യവും എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ചെയ്യണം. പക്ഷേ ഹൈക്കമാൻഡ് എൻ്റെ ഒരു റിക്വസ്റ്റ് അംഗീകരിച്ചു എന്നുള്ളതിലാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് സന്തോഷം. എൻ്റെ പേരിൽ അനാവശ്യമായ വാഗ്ദാനങ്ങളും അനാവശ്യമായ വിലപേശലുകളും അനാവശ്യമായിട്ടുള്ള വിട്ടുവീഴ്ചകളും ചെയ്യരുത് എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ കേരളത്തിലെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തരുത് എന്നെനിക്ക് നിർബന്ധമുണ്ടായി. എനിക്കൊരു സ്ഥാനം ഒരു പ്രശ്നമല്ല. മന്ത്രിയാവണം 28 വർഷം മുമ്പ് കരുണാകരൻ ഗവൺമെൻറ്റിൽ മന്ത്രിയായിരുന്നയാളാണ് ഞാൻ. അതുകൊണ്ട് മന്ത്രിസ്ഥാനമൊന്നും എനിക്ക് പ്രശ്നമല്ല. കേരളത്തിലെ കോൺഗ്രസിനെ 9 വർഷക്കാലം ഞാൻ നയിച്ചതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നയിക്കും. അതിന് പാർട്ടി പ്രവർത്തകരെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകുന്ന ചുമതലയാണ് എനിക്കുള്ളത്. 2 മാസം മുമ്പ് ഒറ്റ കാര്യം 2 മാസം മുമ്പ് മന്ത്രിസഭയിലേക്കില്ലെന്ന നിലപാട് ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയതിനു ശേഷവും അദ്ദേഹത്തിൻ്റെ വസതിയിൽ ചർച്ചകൾ കൂടുതൽ സജീവമാവുകയാണ്. പ്രതിസന്ധിക്ക് പരിഹാരം തേടിയാണ് മുഖ്യമന്ത്രി ഡൽഹിയിലെത്തിയതെങ്കിലും പ്രതിസന്ധിയുടെ ആഴം വർദ്ധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ. ഡൽഹിയിൽ രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ നിന്നും ദിലീപ് കുമാർ, ഇന്ത്യ വിഷൻ.